വണ്ണം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വണ്ണം കുറയ്ക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് നിങ്ങൾ ഏത് ഡയറ്റ് പ്ലാൻ എടുക്കണം, അതല്ലെങ്കിൽ എന്ത് വ്യായാമം ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. ഏതൊക്കെ ഡയറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും അതല്ല ഏതൊക്കെ വ്യായാമം ചെയ്യുകയാണെങ്കിലും കൂട്ടത്തിൽ ഈ ഒരു 10 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പൊതുവായിട്ടുള്ള 10 കാര്യങ്ങളാണ്. ഇതിലേറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നന്നായിട്ട് ചവച്ചരച്ച് പതുക്കെ കഴിക്കണം. കാരണം നമ്മൾ പെട്ടെന്ന് നല്ല സ്പീഡിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയും. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടും. എന്നാൽ പതിയെ പതിയെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ച് മാത്രമേ കഴിക്കാൻ കഴിയൂ. രണ്ടാമത്തെ കാര്യം, പൊതുവെ വണ്ണം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. ഒരു നേരവും ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്, പ്രത്യേകിച്ച് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പൊതുവെ ആൾക്കാർ രാത്രിയുള്ള ഭക്ഷണമാണ് സ്കിപ്പ് ചെയ്ത് കാണാറുള്ളത്. എന്നാൽ അതിന് പകരം നമുക്ക് കലോറി കുറഞ്ഞ ഫ്രൂട്ട് സാലഡ്സോ അതല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സോ ഒക്കെ ഉപയോഗിക്കാം. എന്നാലും ഭക്ഷണം ഒഴിവാക്കിയൊരു ഡയറ്റ് പ്ലാൻ സ്വീകരിക്കരുത്. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു പാക്ഡ് ഫുഡ് വാങ്ങുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ കാലറി നോക്കണം. അതിൻ്റെ ലേബൽസ് എല്ലാം കൃത്യമായി വായിച്ച് നോക്കി എന്തൊക്കെ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കി വേണം വാങ്ങാനായിട്ട്. പലരും പാക്ഡ് ഫുഡ്സിനെ ആശ്രയിക്കാറുണ്ട്. പൊതുവെ കുറച്ച് തിരക്കുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ. പൊതുവെ നമ്മൾ ഒരു വണ്ണം കുറയ്ക്കാനുള്ളൊരു ഡയറ്റ് പ്ലാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും പുറത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിലെ ലേബൽസ് നോക്കി കാലറി എത്രയുണ്ട്, എന്തൊക്കെ ഭക്ഷണമാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നോക്കണം. നാലാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് എണ്ണ പലഹാരങ്ങളോ അതല്ലെങ്കിൽ ബേക്കറിയോ കുറിക്കുന്നത് ഒഴിവാക്കണം. ഇതാണ് ഏറ്റവും ആദ്യം നിർത്തേണ്ട ശീലം. പലർക്കും ഇതൊരു ശീലമാണ്. ഇങ്ങനെ ഇടനേരങ്ങളിൽ വിശന്നു കഴിഞ്ഞാൽ ബേക്കറി പലഹാരങ്ങളാണ് കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ എണ്ണക്കടി കഴിക്കുന്ന ശീലവും മലയാളികൾക്ക് പൊതുവേ ഉള്ളതാണ്. ഇതൊഴിവാക്കണം. പകരം ആ സമയത്ത് നിങ്ങൾക്ക് കുറിക്കാനായിട്ട് നട്ട്സോ അതല്ലെങ്കിൽ പലതരത്തിലുള്ള സീഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, ഇങ്ങനെയുള്ള സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം, വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള അരി ഭക്ഷണം അതല്ലെങ്കിൽ മറ്റു പലഹാരങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട് സാലഡ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ആപ്പിൾ, പേരയ്ക്ക, പപ്പായ ഇതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ആറാമത്തെ കാര്യം, മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഒരു തരത്തിലുള്ള മധുരവും ഉപയോഗിക്കരുത്. ചായ, കാപ്പി ഇവയിലുള്ള മധുരം മാത്രമല്ല, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഈ കോള പോലെയുള്ള ഡ്രിങ്ക്സ്, ബേക്കറീസ്, പേസ്ട്രീസ്, കേക്ക്സ് ഇങ്ങനെയുള്ള മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. കാരണം ഇത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒന്നാണ്. ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള എണ്ണക്കടികളും ജങ്ക് ഫുഡ്സും ഒക്കെ ഒഴിവാക്കണം. എട്ടാമത്തെ കാര്യം, തവിടടങ്ങിയ ധാന്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം. എപ്പോഴും ഈ അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം തവിടടങ്ങിയ അരി നിങ്ങൾക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ തവിടടങ്ങിയ മറ്റ് ധാന്യങ്ങളുണ്ട്. രാഗി, അതുപോലെ ചാമ, തിന, ഇങ്ങനെയുള്ള മില്ലറ്റ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദിവസത്തിൽ ഒരു നേരം നിങ്ങൾക്ക് അരിഭക്ഷണം ഉപയോഗിക്കാം. മറ്റുള്ള നേരങ്ങളിൽ സലാഡ്സോ അതല്ലെങ്കിൽ ഇതുപോലുള്ള മില്ലറ്റ്സ് യൂസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ഒമ്പതാമത്തെ കാര്യം, മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മദ്യത്തിൽ ഒരുപാട് കലോറി അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരുപാട് കലോറി ഒരേ സമയം എത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇത് കൂടാതെ നന്നായിട്ട് ഉറങ്ങണം. ഉറക്കത്തിന് നമ്മുടെ വണ്ണത്തിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. പലപ്പോഴും ഉറക്കം കുറയുമ്പോൾ അമിതവണ്ണം കൂടുതലാകും. അതുമാത്രമല്ല, ഈ ഉറക്കം കുറയുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും പലരും ഭക്ഷണം ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇതും അമിതവണ്ണത്തിനൊരു കാരണമാണ്. മാത്രമല്ല, ഈ ഉറക്കം കുറയുമ്പോൾ കോർട്ടിസോൾ ഹോർമോണിൻ്റെ റിലീസ് കൂടുതലായിരിക്കും. ഇവ നമ്മുടെ വയറിൽ പ്രത്യേകിച്ച് കൊഴുപ്പടിയുന്നത് കൂട്ടും. അതുകൊണ്ട് തന്നെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വണ്ണം കൂടും. അപ്പോൾ ഏത് ഡയറ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി 10ാമത്തെ കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ, നന്നായിട്ട് വെള്ളം കുടിക്കണം. എന്ത് വെള്ളമാണെങ്കിലും ശരി, ദിവസേന നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇത് നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ പുറത്തേക്ക് തള്ളാനായിട്ട് സഹായിക്കും. പക്ഷേ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ കോള പോലെയുള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കരുത്. അതല്ലാതെ നമുക്ക് ജീരകമിട്ട വെള്ളമാണെങ്കിൽ അങ്ങനെ, അതല്ല വെറും ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഇനി അസിഡിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് നാരങ്ങാനീര് പിഴിഞ്ഞ വെള്ളം കുടിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വെള്ളം ഒരു
3.5-4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. അതായത് ഒരാളുടെ ശരീര ഭാരത്തിനനുസരിച്ച് ഇപ്പോൾ 25 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം 1 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് വേണം കുടിക്കുന്ന വെള്ളം എത്രയെന്ന് നോക്കാനായിട്ട്. ഇത് നമുക്ക് ശരീരഭാരം കുറയുമ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനും കൂടെ സഹായിക്കുന്നതാണ്. ഇതല്ലാതെ നാരുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കണം. ഇങ്ങനെ ഫൈബർ റിച്ച് ആയത് കൂടുതൽ കഴിക്കുമ്പോൾ അത് ദഹനം എളുപ്പമാക്കും. അത് കൂടാതെ തന്നെ വിശപ്പ് അധികം തോന്നുകയുമില്ല. അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 10 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ അറിയുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യണം. ഏത് ഡയറ്റ് പ്ലാൻ ആണെങ്കിലും ഏത് വ്യായാമം ചെയ്യുകയാണെങ്കിലും ഈ ഒരു കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ എത്ര തന്നെ ശ്രമിച്ചാലും ഒരു പരിധിക്കപ്പുറം നിങ്ങളുടെ ഭാരം കുറയാതെ വരും. നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കൂ. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്